ഈ വരുന്ന ക്രിസ്മസ് എക്സാമില്, ഇനി വരുന്ന കെമിസ്ട്രി പരീക്ഷയില് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് ഇന്ന് സാർ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എന്താണ് എജുബോർഡിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഈ ഒരു 10-15 മിനിറ്റ് നിങ്ങളുടെ കെമിസ്ട്രി പരീക്ഷയിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആയിരിക്കും, ഒരു നാഴികക്കല്ലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നേരെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമുക്കറിയാം, ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രി പരീക്ഷയിൽ ചോദിക്കുന്നത് 3ാമത്തെ ചാപ്റ്റർ മുതൽ 3ന്റെ പകുതി, 4 ഫുള്ള്, 5ാമത്തെ ചാപ്റ്റർ ഫുള്ള്, 6ാമത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരെ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോരുത്. മാത്രമല്ല, നമ്മുടെ ഓണം എക്സാമിന്റെ ഒരു 20% ഭാഗങ്ങളും ഇതിനോട് കൂടി ചേർക്കപ്പെടുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ സ്റ്റൈലിലാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് 3ാമത്തെ ചാപ്റ്ററിന്റെ പകുതി, അതായത് ഇലക്ട്രോലൈറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെല്ല് മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മക്കളെ. അതായത് when molten sodium chloride is electrolyzed, the gas is liberated at the anode is. അതായത് 2 ടൈപ്പ് ഇലക്ട്രോളിസിസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl, ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണവും, അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ, അതായത് NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് 1 വേർഡിന് നിർബന്ധമായിട്ടും 1 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ 2 കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മറന്നു വരുത്. അതായത് ആനോഡിൽ എന്ത് കാണുന്നു, കാഥോഡിൽ എന്ത് കാണുന്നു എന്നുള്ള ആശയത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമുക്കറിയാം, 3ാമത്തെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തോടു കൂടി എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്, ഏതാണ് ഇലക്ട്രോലൈറ്റ്. ഈ 3 ആശയങ്ങളിലേക്കാണ് എന്ത് ചെയ്യുക, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം പോകുന്നത്. നമ്മളൊരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണോ പൂശുന്നത് അത് ആനോഡും, ഏതിന്റെ മുകളിലാണോ പൂശുന്നത് അത് കാഥോഡുമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കുക. അതായത് നമ്മളൊരു കോഡൊക്കെ പഠിച്ചിരുന്നു, കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞില്ലേ അല്ലെ. എന്തുകൊണ്ടാണോ പൂശുന്നത് അത് ആനോഡായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചാപ്റ്ററാണ്. 4ാമത്തെ ഫുൾ ചാപ്റ്റർ നമുക്ക് പരീക്ഷയ്ക്കുണ്ടാവും. അതിൽ തന്നെ 4 മാർക്കിനും 3 മാർക്കിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്ഷൻ ഓഫ് അയേൺ. മറന്നു പോകരുത് മക്കളെ, പ്രൊഡക്ഷൻ ഓഫ് അയേൺ അഥവാ ഇരുമ്പ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. സാധാരണയായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. കൃത്യമായിട്ട് മക്കള് ഈ ക്വസ്റ്റ്യൻ പഠിച്ചു നോക്കുക. അതിൽ ABCD ആയിട്ടൊക്കെ വരാം. ഗ്യാങ് ചോദിക്കാം, ഫ്ലക്സസ് ചോദിക്കാം, സ്ലാഗ് ചോദിക്കാം, അതേപോലെ തന്നെ മോളിക്കുലാർ ഫോർമുല ഓഫ് ഹേമറ്റൈറ്റ് ചോദിക്കാം, അതേപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ്. നമുക്കറിയാം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെച്ചോളാം. ഇരുമ്പ് നിർമ്മാണം പഠിക്കാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് പോരുത്. ഇതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് അയൺ പോലെ തന്നെ, അല്ലെങ്കിൽ ഇരുമ്പ് നിർമ്മാണത്തിന് പോലെ തന്നെ നമുക്ക് പ്രാധാന്യമുള്ളതാണ് ഏത്, പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം അല്ലെ. എല്ലാവർക്കും അറിയാം പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം, അല്ലെങ്കിൽ അലൂമിനിയം നിർമ്മാണം. ഓക്കെ, അപ്പൊ അലൂമിനിയം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം 100% നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എങ്ങനെ പഠിച്ചു വെക്കണം, വരയ്ക്കാനല്ല പഠിക്കേണ്ടത്. അതിൽ ആനോഡ് ആര്, കാഥോഡ് ആര്, ഇലക്ട്രോലൈറ്റ് ആര്. നമുക്കറിയാം ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ് മക്കളെ, ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഈ തൂക്കിയിട്ടിരിക്കുന്ന കാർബൺ റോഡുകളാണ്, അല്ലെങ്കിൽ കാർബൺ ദണ്ടുകളാണ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. ആരാണ് മക്കളെ കാഥോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിന്റെ ഉൾവശത്തിനെയാണ് നമ്മൾ കാഥോഡ് എന്ന് വിളിക്കുന്നത്. ആരാണ് മക്കളെ ഇലക്ട്രോലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനയും ക്രയോലൈറ്റും കൂടി ചേർന്ന ഒരു മിക്സർ അല്ലെങ്കിൽ ഒരു മിശ്രിതമാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ 3 കാര്യത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ
അലൂമിനിയം എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് കാഥോഡിന്റെ മുകളിലാണ്. മറന്നു പോകരുത്, കാഥോഡിന്റെ മുകളിലാണ് ആരെ കാണുന്നത്? അലൂമിനിയം കാണുന്നത്. റെഡിയാണല്ലോ മക്കളെ? റെഡിയാണല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. പ്രൊഡക്ഷൻ ഓഫ് ഇരുമ്പില്ലാതെയും പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം അഥവാ ഇരുമ്പ് നിർമ്മാണവും അലൂമിനിയം നിർമ്മാണവും ഇല്ലാതെ ഒരു ക്രിസ്മസ് എക്സാമും ഇതുവരെ കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ടൈപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനും ഈ ഒരു ചിത്രവും നിങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. അലൂമിനിയം നിർമ്മാണം മുഴുവനായിട്ട് പഠിക്കുക. അതിൽ കൂടുതൽ സാധ്യതകളുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. റെഡിയാണല്ലോ? ഇനി നമ്മൾ നേരെ പോകുന്നത് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമുക്കറിയാം കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നമുക്കറിയാം 7 ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലാകെ ഒരൊറ്റ ഗ്രാഫേ പഠിക്കാനുള്ളൂ. അത് 5ാമത്തെ ചാപ്റ്ററിലെ ഈ ഗ്രാഫാണ്. ഈ ഗ്രാഫ് ഒരുപാട് തവണ ഒരുപാട് രീതിയിൽ ഒരുപാട് സ്റ്റൈലിൽ ചോദിച്ചാണ് അല്ലെ? ഇതിന്റെ അകത്ത് നിന്ന് ആകെ നമുക്ക് ചോദിക്കാനുള്ളത് എ എന്താണ്, ബി എന്താണ്, അതേപോലെ തന്നെ സി എന്താണ്. എ എല്ലാവർക്കും അറിയാം, ദിസ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനമാണ്. എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ? ബി ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ പശ്ചാത് പ്രവർത്തനമാണ്. എന്താണ് സി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെയാണ് നമ്മൾ അഥവാ സന്തുലനാവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഈ ഒരു സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. ഫോർവേഡ് റിയാക്ഷൻ എവിടെയാണ് വരുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷൻ എവിടെയാണ് വരുന്നത്, ഇക്വിലിബ്രിയം എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നേരിട്ട് ഗ്രാഫ് വന്ന് ചോദിച്ച ചരിത്രമുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗ്രാഫ് തന്നെയാണ് ഈ ഒരു 5ാമത്തെ ചാപ്റ്ററിലെ ഗ്രാഫ്. ഇനി 5ാമത്തെ ചാപ്റ്ററിൽ 100ൽ 1000% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഏത്? ഈ ഒരു ടൈപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം തരും, എന്നിട്ട് അതിൽ നമുക്കറിയാം ടെമ്പറേച്ചർ ചോദിക്കാം, പ്രഷർ ചോദിക്കാം, അതേപോലെ തന്നെ നമ്മളെ കോൺസെൻട്രേഷൻ അഥവാ ഗാഢത ചോദിക്കാം. അപ്പൊ ഗാഢത ബന്ധപ്പെട്ട്, ഊഷ്മാവ് ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ അതായത് താപനില ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, ഗാഢത, താപനില, മർദ്ദം. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉറപ്പായിട്ടും വരും. 4 മാർക്ക് മക്കളെ, 4 മാർക്ക് നമ്മൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഏത്? ഈ ഒരൊറ്റ സാധനം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇതെങ്ങനെ ചെയ്യണം, ഇതുമായിട്ടുള്ള ട്രിക്കുകളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ടെക്നിക്കാ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ആടിയും പാടിയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതറിയണമെങ്കിൽ, അത് കുറച്ചുകൂടി സ്മൂത്ത് ആക്കണമെങ്കിൽ നമ്മൾ ലൈവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ ആണ് നിങ്ങളെ 5ാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടിലേക്ക് വരുന്ന സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണം അല്ലെ? ദ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോണ്ടാക്ട് പ്രോസസ് അല്ലെ? സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഫ്ലോ ചാർട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതാ സൾഫർ ഡയോക്സൈഡ്, ഇവിടെ വരുന്നത് സൾഫർ ട്രയോക്സൈഡ്. ഇതിനെയാണ് നമ്മൾ ഒലിയം എന്ന് വിളിക്കുന്നത് കേട്ടോ. OLE OLEUM. ദിസ് ഈസ് നോൺ ആസ് ഒലിയം കേട്ടോ. ഒലിയം മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒലിയത്തിന്റെ കെമിക്കൽ നെയിം എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഒലിയത്തിന്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ രാസസൂത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പട്ടോളം എന്ത്? H2S2O7. H2S2O7. ഇതങ്ങ് പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പിന്നെ അതുകൊണ്ട് തന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസുകൾ ഉണ്ട് അല്ലേ? ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ്, അതുതന്നെ ഡ്രൈയിങ് പ്രോപ്പർട്ടീസ്, ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് അല്ലെ? നിർജ്ജലീകരണ സ്വഭാവം, ശോഷകാരക സ്വഭാവം, അതേപോലെ തന്നെ ഓക്സീകരണ സ്വഭാവം. ഇതൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മക്കളൊന്ന് നോക്കി വെക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. കാരണം സൾഫ്യൂരിക് ആസിഡിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്ന് ഈ ഫ്ലോ ചാർട്ട് രൂപത്തിലും, ഒന്ന് ഞാൻ പറഞ്ഞ അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ കേട്ടോ. അതൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. ഓക്കെ, റെഡി? അങ്ങനെ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഫങ്ഷണൽ ഗ്രൂപ്പ് വരെയാണ് പഠിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മോളിക്കുലാർ ഫോർമുല റിലേറ്റഡ് വിത്ത് ആൽക്കീൻ. അത് 3 മക്കൾ പഠിച്ചു നോക്കണം. ആൽക്കൈനിൻ്റെത് പഠിക്കണം, ആൽക്കീനിൻ്റെത് പഠിക്കണം, ആൽക്കൈനിൻ്റെത് പഠിക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. CnH2n+2
അതേപോലെ തന്നെ CnH2n, ഇതിൻ്റെത് CnH2n-2 കേട്ടോ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഇതെന്താണ് എന്നുള്ള സാധനങ്ങളൊക്കെ ബേസിക് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളെ ചാനലുണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് 1 വേർഡ് 1 മാർക്കിന്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത 6ാമത്തെ ചാപ്റ്ററിൽ സാധ്യത കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സാധനം കേട്ടോ. ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ പഠിച്ചിട്ടേ പോകൂ. കാരണം അതൊക്കെ 100ൽ 1000% വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു 5 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള പ്രഡിക്ഷൻ എന്താണ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയേണ്ട കാര്യമില്ല. IUPSC നെയിം എന്തായാലും ഉണ്ടാവും. ഒരു 3-4 മാർക്കിന്, 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ നമ്മളോട് ചോദിക്കാം. 2 ടൈപ്പ് IUPSC ആണ് നിങ്ങൾക്കറിയാം. അതായത് ഒന്ന് സിംഗിൾ ബ്രാഞ്ച് ആയിട്ടുള്ളതും, ഒന്ന് ഒറ്റ ബ്രാഞ്ച് മാത്രം, പിന്നെ ഒന്നിലധികമുള്ള ബ്രാഞ്ചുകളുള്ളത്. ഇങ്ങനെ 2 എണ്ണമാണ് നമുക്ക് നെയിമിങ് കൊടുക്കാറുള്ളത് കേട്ടോ. ഒന്നുകൂടി പറയാണ്, ഒരു ബ്രാഞ്ച്, അതായത് ഇങ്ങനെ നീണ്ടൊരു ചെയിന്, അതിൻ്റെ മുകളിൽ ഒരു ബ്രാഞ്ച്, മറ്റേ നീണ്ടൊരു ചെയിന്, അതിൻ്റെ മുകളിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച്. ഇങ്ങനെ 2 സെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പേരിടാനുള്ളത്. ഇത് 2ൻ്റെയും എക്സാമ്പിൾ ഓരോന്ന് വെച്ചിട്ട് പഠിക്കുക. ദാറ്റ്സ് ഓൾ കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ 2 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിക്കുക. അതായത് ഒരു ബ്രാഞ്ച് ഇടാനും നിങ്ങൾ പഠിക്കുക, ഒന്നിലധികം ബ്രാഞ്ച് വന്നാൽ എങ്ങനെയാണ് പേരിടുക എന്നോട് പഠിക്കുക. റെഡി? അതിന് നമ്മൾ ഈസി ആയിട്ടൊരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കിളിയെ പിടിക്കുക, മരത്തിൻ്റെ മുകളിൽ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ എന്തിന് അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചോളാം. ഇനി ആരെങ്കിലും അത് പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയാണ്, നമ്മളിതൊക്കെ ഒന്നുകൂടി ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പുകൾ 4 എണ്ണമാണുള്ളത്. അതിൽ ഇങ്ങനെ 2 എണ്ണം വെച്ച് ചോദിക്കും, ഏതെങ്കിലും ഒന്നായിട്ട് ചോദിക്കുക. 4 ഏതൊക്കെയായിരുന്നു? ഒന്ന് കാർബോക്സിലിക് ആസിഡ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതേപോലെ തന്നെ അൽക്കോക്സി അഥവാ ഈതർ ഗ്രൂപ്പ്, അതേപോലെ തന്നെ ഹാലോ കോമ്പൗണ്ട്സുകൾ. ഇങ്ങനെ 4 എണ്ണമാണ് ഉണ്ടാവുക. ഇങ്ങനെ ഏതെങ്കിലും 1-2 നിങ്ങളോട് ചോദിക്കും. ഇപ്പോൾ COH ആണെങ്കിൽ നമുക്കറിയാം ആസിഡ് ആണ് കാറ്റഗറി, OH ആണെങ്കിൽ ആൽക്കഹോൾ ആണ് കാറ്റഗറി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുക. ഒന്നുകിൽ അതിൻ്റെ ഒരു നെയിം തരും, എന്നിട്ട് അത് ഏതാ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് തന്നിട്ട് ഏത് കാറ്റഗറി ആണെന്ന് ചോദിക്കും. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, 4 ഫംഗ്ഷൻ ഗ്രൂപ്പ് മക്കൾ പഠിച്ചു വെച്ചോളാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിലെ, ഈ വർഷത്തെ കെമിസ്ട്രി പരീക്ഷയിൽ നമ്മൾ കാണാൻ പോകുന്ന പൂരം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സിമ്പിൾ ട്രിക്കുമായിട്ട്, ഷോർട്ട് കട്ടുമായിട്ട് നിങ്ങളെ ഒരിക്കലും പേടിപ്പെടുത്താതെ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. മാത്രമല്ല നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ലൈവിൻ്റെ ലിങ്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അടിപൊളിയായിട്ട് ഒരു പേടും പഠിക്കാണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ സ്റ്റുഡൻസ്, ഗുഡ് ബൈ.